വണക്കം. ഹരിതകർമ്മസേന ഇനി പച്ചയല്ല, ഹരിതകർമ്മസേനയെ കാവി പുതപ്പിക്കാനായി നമ്മളെ മേയർ ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട്. സംഭവം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വാർത്തയില്ലാതെ ഒരു കളിയില്ല എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ഓടുന്നുണ്ടോ, ചാടുന്നുണ്ടോ, അദ്ദേഹത്തിൻ്റെ മുണ്ടൂരി പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മനോരമയുടെ പണിയെന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. FCRA ഭേദഗതി നിയമം ഒക്കെ ഇപ്പോൾ 2.0 ഒക്കെ വന്നല്ലോ, അതോടുകൂടി തന്നെ നമ്മുടെ മനോരമയുടെ അണ്ണാക്കി പിരിവിട്ടിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അതിൻ്റെ ചുരുക്കം അവർ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കും. അപ്പോൾ ഹരിതകർമ്മസേനയ്ക്കിപ്പോൾ കാവി കളർ കൊടുത്തതാണ് പ്രശ്നം. നേരത്തെ നമുക്കറിയാം, നമ്മുടെ ഈ ലക്ഷദ്വീപിൽ നമ്മുടെ താണ്ഡവം താത്ത ഉണ്ടല്ലോ, എന്തോ അവരുടെ പേര് ഞാൻ മറന്നുപോയി, ഐഷ. ഈ താണ്ഡവം താത്ത, ഐഷ ലക്ഷദ്വീപ്, ആ സമയത്ത് ഈ ലക്ഷദ്വീപിൻ്റെ ഗാരു മിട്ടി ഉണ്ടല്ലോ, അതായത് ഈ മരങ്ങളുണ്ടല്ലോ, അവിടെയുള്ള ഈ തെങ്ങ്, ആ തെങ്ങിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് ഗാരു മിട്ടി പൂശി. ഈ ഗാരു മിട്ടി പൂശുന്നത് എന്തിനാണ്? ആ തെങ്ങിന് അസുഖങ്ങൾ വരാതിരിക്കാനാണ് ഗാരു മിട്ടി പൂശുന്നത്, കീടങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാനൊക്കെ. അതൊരു ഔഷധം കൂടെയാണെന്നാണ് ഞാൻ ഒരു വളം അതുപോലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പൂശിയപ്പോൾ ഇത് തെങ്ങിന് കാവി കളർ അടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യവന്മാർ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് തെങ്ങിന് കാവി കളർ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യവന്മാർക്ക് ഇഷ്ടം ഒരു കാര്യം മാത്രമാണ്. അതായത് ഹരിതകർമ്മസേനയ്ക്ക് കാവി കളർ ഷർട്ട് കൊടുക്കുന്ന ഇഷ്ടമല്ല, അമ്പലത്തിൽ കാവി കൊടി കെട്ടുന്ന യവന്മാർക്ക് ഇഷ്ടമല്ല, യവന്മാർക്ക് ഗാരു മിട്ടി അടിക്കുന്ന കാവി കളർ യവന്മാർക്ക് ഇഷ്ടമല്ല. പോരാത്തതിന് യവന്മാർക്ക് കാവി നിറത്തിലുള്ള എന്തിനോട് യവന്മാർക്ക് അലർജിയാണ്. യവന്മാർക്ക് ഒരു കാര്യം മാത്രമേ കാവി കളറിനോട് യവന്മാർക്ക് താല്പര്യമുള്ളൂ, അത് ദീപിക പദുകോണിൻ്റെ ജട്ടിയാണ്. കാവി കളർ ജട്ടി ദീപിക പദുകോൺ ഇട്ടില്ലെങ്കിലാണ് യവന്മാർക്ക് പ്രശ്നം. അതായത് ദീപിക പദുകോൺ കാവി കളർ ചട്ടി ഇടുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഈ കാവി കളർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഹിന്ദുക്കൾ ഒരു പരിപാവനമായിട്ടുള്ള കാഷായ വസ്ത്രം എന്നൊക്കെ പറയുന്ന സാധനമാണ്. അത് നമ്മൾ എവിടെയെങ്കിലും പ്രദർശിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വലിയ പ്രശ്നമാണ്. പക്ഷേ ഇവർക്ക് ഷഡ്ഡിയായിട്ട് ഉപയോഗിക്കാം. അതാണ് ഇവന്മാരുടെ മനസ്സിലെ ഒരു വിഷമുണ്ടല്ലോ, അത് പറയാനാണ് ഞാൻ ഈ സംഭവം എടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിനെ അവന്മാർ പ്രോത്സാഹിപ്പിക്കും. അതായത് ദീപിക പദുകോൺ കാവി ഷഡ്ഡി ഇടുന്നതിനെ അവന്മാർ 4 പാടും പോസ്റ്റർ അടിച്ച് വാർത്ത ചെയ്യും. പക്ഷേ ഈ സംഭവം വേറെ എവിടെയെങ്കിലും നമ്മൾ കാവി കൊണ്ട് പൂശിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കാവിയല്ല പൂശുന്നത്, ഗാരു മിട്ടിയൊന്നും കാവിയല്ല, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൂശുമ്പോൾ യവന്മാർ അതിനെ ഇല്ലാത്ത വാർത്ത ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും. ഞാനൊക്കെ മാധ്യമപ്രവർത്തകനാകാൻ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആദ്യം പറഞ്ഞു തന്നത്, വെളിയിൽ മഴ പെയ്യുന്നുണ്ടെന്ന് ഒരാൾ നമ്മളോട് വന്ന് പറഞ്ഞാൽ അത് വാർത്തയല്ല, പോയി നമ്മൾ നോക്കണം മഴ പെയ്യുന്നുണ്ടോ, മഴ എത്ര അളവിൽ പെയ്യുന്നു, ഇനി ചെമ്മീൻ മഴയാണോ, അപ്പോൾ അങ്ങനെ വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാനെന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് സത്യം പറഞ്ഞാൽ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നടക്കുന്ന ഈ ചപ്പളാച്ചി പിള്ളേരല്ലേ ഈ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ മാധ്യമങ്ങളാണ്. ഇവന്മാരാണ് സത്യം പറഞ്ഞാൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നും അല്ലാത്തൊരു സംഭവം അതിൻ്റെ സത്യാവസ്ഥ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരാൾക്കെതിരെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പടച്ചു വിടുന്നതിനാണ് കണ്ടൻറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ മാധ്യമങ്ങൾ അഗ്രഗണിയാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷേ മനോരമ ഈസ് എ ലാർജ് ഫേം, ഞാനൊരു ചെറിയൊരു അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു യൂട്യൂബറാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണ് മനോരമയുടെ വാർത്ത എന്ന് നമുക്ക് നോക്കണ്ടേ. മനോരമ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഹരിതകർമ്മസേനയ്ക്ക് ഇനി പച്ചയില്ല, കാവിയാണ്. പക്ഷേ ഇതിൽ ഉണ്ടത്രേ ഇല്ലത്രേ കൊണ്ട് കേട്ടോ. അതായത് വീടുകൾ തോറുമെത്തി മാലിന്യമെടുക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ തിരിച്ചറിയുന്നത് പോലും അവരുടെ പച്ച കോട്ട് കൊണ്ടാണ്. ആ പച്ച ഇനി വേണ്ടെന്നാണ് BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ തീരുമാനം. പകരം എത്തിയതാകട്ടെ കാവി നിറത്തോട് സമാനമായ നിറമുള്ള യൂണിഫോം. എങ്ങനെയാണ്? കാവി നിറം അല്ലേ? അപ്പോൾ കാവി നിറമാണ്, ഇപ്പോൾ സമാനമാണെന്ന് എഴുതിയിരിക്കുന്നതോ വാർത്തയാണ്. അതായത് മനോരമയുടെ വാർത്തയാണ്, മനോരമ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. കാവി നിറത്തോട് സമാനമായിട്ടുള്ള യൂണിഫോം 2017 ഹരിതകർമ്മ കേരള മിഷൻ്റെ കീഴിൽ ഹരിതകർമ്മസേന രൂപം കൊണ്ടത് മുതൽ പച്ച നിറമാണ് യൂണിഫോം കോട്ടിന്. ഇത്രയും അണിഞ്ഞ് മനസ്സിനോട് ചേർന്ന നിറം എങ്ങനെ ഉപേക്ഷിക്കുമെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ചോദിക്കുന്നു. അയ്യോ, കാവി പോലിരിക്കുന്ന കോട്ട്, മഞ്ഞ ഹെൽമറ്റ്, കറുത്ത ഷൂ, ഗ്ലൗസ്, റെയിൻകോട്ട് എന്നിവ സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. നമ്മൾ അനുവദിക്കില്ല. അവർക്ക് ആ നരച്ച പച്ചക്കോട്ട് തന്നെ മതി എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് യവന്മാരോട് റെസ്പെക്റ്റ് ഉണ്ട്. പച്ച മുസ്ലിങ്ങളെ കളറായതുകൊണ്ട് മേയർക്ക് ഹാലിളകി മാറ്റി എന്ന് അവന്മാർ എഴുതിയില്ലല്ലോ. അവന്മാർ ചിലപ്പോൾ അതും എഴുതും. ചിലപ്പോൾ മീഡിയ ഫണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവന്മാർ അങ്ങനെ ചിലപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അവന്മാർ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. ഈ സത്യാവസ്ഥ പരിശോധിച്ച് കൊടുക്കുമ്പോഴാണല്ലോ ഇതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്, നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളതാണ്. അഭിലാഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇതിൻ്റെ
വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു പോസ്റ്റാണ്. എനിക്ക് വായിച്ചപ്പോൾ ഒരു റെലവൻസ് ഒക്കെ തോന്നി. ഞാനത് നിങ്ങളെ മുമ്പിൽ പറയാൻ വെറുതെ എന്തിനാണ് ഞാൻ വായിട്ടലയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അറവ് മാലിന്യം BJP ഭരിക്കുന്ന വാർഡുകളിൽ മാത്രം വലിച്ചെറിയുന്ന പ്രതിഭാസം കഴിഞ്ഞ 6 മാസക്കാലമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം കടകംപള്ളി വാർഡിൽ കക്കൂസ് മാലിന്യം തള്ളാൻ വന്നവരെ കൗൺസിലർ ജയാരാജീവും ഇന്നലെ ആമയിഴഞ്ചാൻ തോട്ടിൽ അറവ് മാലിന്യം തള്ളാൻ വന്നവരെ കോർപ്പറേഷൻ ജീവനക്കാരും പിടികൂടിയപ്പോൾ ഇന്ന് കൗണ്ടർ ന്യൂസുമായി മാധ്യമങ്ങളുടെ സഹായത്തോടെ CPMന്റെ എക്കോസിസ്റ്റം ചലിച്ചു തുടങ്ങി. ഇന്ന് നേരം വെളുത്തത് മുതൽ വാർത്തകളിൽ ഹരിതകർമ്മസേനയെ കാവ്യവൽക്കരിച്ചു എന്ന രീതിയിലാണ് കരച്ചിൽ. ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച്, ഒന്നല്ല രണ്ടല്ല, എല്ലാം ഒരുമിച്ച് മാറാത്തത് മാറിയൂ എന്ന പേരിട്ടുകൊണ്ട് നേരെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കണം. ഇവിടെ മാലിന്യം കുമിഞ്ഞുകൂടെയാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത ഈ വേട്ടാവളിയന്മാർക്ക് തന്നെ അടുത്ത ദിവസം മാലിന്യം കൊണ്ട് തള്ളുന്നവന്മാരെ തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരനെ അവന്മാർ ഇടിച്ച് ഉരുട്ടുന്ന വാർത്തയും കൊടുക്കേണ്ടി വന്നു. അതോടുകൂടി ആ കള്ളി വെളിച്ചത്തായി മാലിന്യവന്മാർ കൊണ്ട് തള്ളുന്നതാണ് എന്ന് മനസ്സിലായി. അതായത് വൃത്തിയാക്കിയ സ്ഥലത്ത്. ഇനി ബാക്കി നോക്കാം. മാലിന്യം ശേഖരിക്കുന്നവരെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി അവർക്ക് സേഫ്റ്റി PPE കിറ്റ് നൽകിയത് കോർപ്പറേഷൻ്റെ ഗൂഢാലോചനയാണ് എന്നാണ് ഇവരുടെ ആരോപണം. ഗ്ലൗസ്, മഞ്ഞ ഹെൽമറ്റ്, ഓറഞ്ച് കളറിലുള്ള റിഫ്ലക്റ്റീവ് ജാക്കറ്റ്, കറുത്ത സേഫ്റ്റി ഷൂസ് എന്നിവയടങ്ങിയ ഒരു കിറ്റാണ് അവർക്ക് നൽകിയത്. സംഗതി 3 കൊല്ലത്തെ ഫ്രെയിം വർക്കിൽ ചെയ്തു തീർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് 2023 ആരംഭിച്ച പദ്ധതിയാണ്. ഇത് കേരളത്തിൽ നടപ്പിൽ വരാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരേണ്ടി വന്നു എന്നതാണ് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം. കൈകൾ കൊണ്ട് മനുഷ്യ മലം കോരി വൃത്തിയാക്കുന്ന തോട്ടിപ്പണി നിയമം മൂലം നിരോധിച്ച നാടാണിത്. എങ്കിലും പലപ്പോഴും മാൻ ഹോളുകളിലും സെപ്റ്റിക് ടാങ്കുകളിലും ഇന്നും മനുഷ്യ ജീവനുകൾ പൊലിയുന്ന വാർത്തകൾ നമ്മുടെ മനസാക്ഷിയെ ഉണർത്താറുണ്ട്. നമ്മുടെ നാട്ടിൽ ആമയിഴഞ്ചാൻ തോട്ടിലുണ്ടായ ദുരന്ത വാർത്തയ്ക്ക് അധികം പഴക്കമേ ഇല്ല എന്നോർക്കണം. ഈ ഒരു കറുത്ത അധ്യായത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആത്മവിശ്വാസത്തോടെയും തലയുയർത്തിയും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കാനുമാണ് കേന്ദ്ര സർക്കാർ നമസ്തേ പദ്ധതി കൊണ്ടുവന്നത്. നാഷണൽ ആക്ട് ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ ഇത്രയും വലിയൊരു സാധനം അതിൻ്റെ പിറകിലുണ്ട്. അതിനെയാണ് മനോരമ എടുത്തിട്ടിട്ട് കാവ്യവൽക്കരിച്ചു എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, സത്യം പറഞ്ഞാൽ നീയൊക്കെ എങ്ങനെ ജേർണലിസ്റ്റ് ആയത്? മറ്റേ മനോരമയിൽ ഒരു ഇന്നുണ്ട് മാസ്കോം, അവിടെ പഠിച്ചാണ് ആയത്. സത്യം പറയട്ടെ, നാടിൻ്റെ ഗതികേട് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഈ വാർത്തയൊക്കെ എടുത്ത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞത് നീലക്കുയിലിൻ്റെ ഒരു നിലവാരം പോലും നിനക്കൊക്കെ ഇല്ല എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി യവന്മാരെയാണ് ജനങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. വിഷവിത്തുകളെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷേ വിഷമല്ല, മണ്ടത്തരമാണ് എന്നുള്ളതാണ് വേറെ കാര്യം. ശുചീകരണ തൊഴിലാളികളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കുക, സെപ്റ്റിക് ടാങ്കുകളും മലിനജല ഓടകളും കൈകൊണ്ട് വൃത്തിയാക്കുന്ന രീതി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നിവയാണ് 2023 ജൂലൈയിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ശുചീകരണ ജോലിയിലെ മരണനിരക്ക് 0-ലെത്തിക്കാനും യാന്ത്രിക സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. 3ാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2024 ജൂണിൽ ഈ പദ്ധതിയിലേക്ക് മാലിന്യം ശേഖരിക്കുന്ന വേസ്റ്റ് പിക്കർ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി പദ്ധതി വിപുലീകരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? തൊഴിലാളികൾക്ക് PPE കിറ്റും സുരക്ഷാ ഉപകരണങ്ങളും നൽകുകയും യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ശുചീകരണത്തിൽ പരിശീലനം ലഭ്യമാക്കുകയും ചെയ്യുക. കൂടെ ശുചീകരണ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴി സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുക എന്നിവയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതോടൊപ്പം ശുചീകരണ തൊഴിലാളികളെ ശുചിത്വ സംരംഭങ്ങൾ നടത്തുന്ന സാനിപ്രനർമാർ ആയി മാറ്റുന്നതിനായി യന്ത്രങ്ങളും വാഹനങ്ങളും വാങ്ങി സബ്സിഡിയും സാമ്പത്തിക സഹായം നൽകുക എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ വേസ്റ്റ് പിക്കർ എന്യൂമറേഷൻ ആപ്പ് എന്നൊരു മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ട 2.5 ലക്ഷം തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവർക്ക് തിരിച്ചറിയൽ കാർഡുകൾ, PPE കിറ്റുകൾ, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ലഭ്യമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ ഏപ്രിൽ മാസം വരെയുള്ള കണക്കനുസരിച്ച് രാജ്യത്തുടനീളമാകെ 90,942 മലിനജല സെപ്റ്റിക് ടാങ്ക് തൊഴിലാളികളുടെ പ്രൊഫൈലുകൾ തയ്യാറാക്കുകയും അതിൽ 89,248 പേരുടെ വിവരങ്ങൾ പൂർണ്ണമായി വാലിഡേറ്റ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട തൊഴിലാളികളിൽ 87,037 പേർക്കും ഇതിനകം തന്നെ PPE കിറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ആകെ 76,247 തൊഴിലാളികളെ ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിരക്ഷയിൽ കൊണ്ടുവന്നു. തൊഴിലാളികൾക്ക് സ്വന്തമായി യന്ത്രസാമഗ്രികളും വാഹനങ്ങളും വാങ്ങുന്നതിനായി 34.17 കോടി രൂപ മൂലധന സബ്സിഡിയായി അനുവദിച്ചതിലൂടെ 983 ശുചീകരണ തൊഴിലാളികൾക്ക് 364 മലിനജല ശുചീകരണ വാഹനങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു. ഇതിനകം വലിയ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ എമർജൻസി റെസ്പോൺസ് സാനിറ്റേഷൻ യൂണിറ്റുകളിലേക്ക് 753 സുരക്ഷാ ഉപകരണങ്ങൾ കൈമാറിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് കണക്കുകൾ പറയുന്ന കഥ. ഭാരതത്തിലെ 4800ഓളം വരുന്ന മുനിസിപ്പാലിറ്റികൾ ഈ പദ്ധതിയുടെ നേട്ടം ഉപയോഗിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷനായ ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ബോളിവുഡ് നടൻ ജാക്കി ഷ്രോഫും മഹാരാഷ്ട്ര ഗവർണറും ചേർന്ന് കിറ്റ് വിതരണം ചെയ്ത ചിത്രങ്ങൾ താഴെയുണ്ട്. ഇവിടെ ഇതൊന്നുമില്ല
ഒന്നുമില്ലാതെ നാട്ടുകാരുടെ വേസ്റ്റ് വാരാൻ ഞങ്ങൾക്കൊരു പച്ച ലാബ് കോട്ട് മതി, അതിനെ ഞങ്ങൾ വല്ലാണ്ടങ്ങ് സ്നേഹിച്ചു പോയി എന്നൊക്കെ ആകാശദൂത് BGM ഇട്ട് മുതലക്കണ്ണീരും ഒഴുക്കി ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് എനിക്ക് കിട്ടിയത്, ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു പോസ്റ്റാണ്. ഇത് അഭിലാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് ഇട്ടിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടത്. ഇത് ഇനി ചിലപ്പോൾ അഭിലാഷിൻ്റേതല്ലായിരിക്കും, വേറെ ആരെങ്കിലും ഇട്ടതായിരിക്കും. എന്തായാലും അയാളുടെ പേര് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ക്രെഡിറ്റ് വയ്ക്കാത്തത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവർക്ക് ക്രെഡിറ്റ് വെച്ചു. കാരണം എല്ലാം വിശദമായിട്ട് അണ്ണാക്കിലല്ല അന്യനാളത്തെ അടിച്ചുകൊണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വായിട്ട് അലയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവരിത് ചെയ്യും, അതായത് ഇവർ തുടരട്ടെ. നരേന്ദ്രമോദി ഇതുപോലെ മാധ്യമങ്ങളോട് പ്രസ് കോൺഫറൻസ് നടത്തില്ല എന്ന് പറഞ്ഞ് ഇവന്മാർ വിളിച്ചു പോയിട്ട് മോദി ഒരു തവണ ഇവന്മാരെല്ലാം കൂടെ ഒരു വിരുന്നിന് വിരുന്ന്. അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ ഓടിച്ചത് മോദിയെ കാണാമല്ലോ, ഇവന്മാർക്ക് മോദിയെ കാണണം, അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം, മോദി ഒന്ന് തൊടണം, ഇതൊക്കെയാണ് ഇവന്മാരുടെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങൾ. അതെന്നാ നരേന്ദ്രമോദി വിളിച്ചപ്പോൾ കണ്ടാണ് പോയി മിണുമിണ അടിച്ച് ചായയൊക്കെ കുടിച്ചപ്പോൾ നരേന്ദ്രമോദി അന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, മാധ്യമങ്ങൾ ഈച്ചകളെപ്പോലെ ആകരുത് എന്ന് മോദി പറഞ്ഞു. നല്ല അടിയായിരുന്നു. ഈച്ചയുടെ ജോലി എന്താണ്? ഈച്ച മലത്തിലാണ് വന്നിരിക്കുന്നത്, മലം. ആ മലത്തിൽ വന്നിരുന്ന് ആ മലം പ്ലക്ക് ചെയ്ത് ക്യാരി ചെയ്ത് അടുത്ത ഫുഡിൽ, അതായത് അടുത്തവൻ്റെ അന്നത്തിൽ കൊണ്ടുവരും. ഇതാണ് ഈച്ചയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാരി ചെയ്യുന്നത് നല്ല ന്യൂസ് ആയിരിക്കണം, അല്ലാതെ ഇതെനിക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ തൊലി ഉരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് കുറച്ച് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ഓക്കെ, ബൈ.